എന്റെ പൊന്നു സാറേ, നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവർ. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് 10ാം ക്ലാസ് ഹിന്ദിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗിഡ്കി കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ SLC ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററും ആ ചാപ്റ്ററിന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് മക്കളെ ജിന്ദഗി കാ സഫർ. ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ്, സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ജീവിത യാത്ര എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് മീനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 കവിതകളാണ് പഠിക്കാനുള്ളത്. ആ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 വരികളുള്ള 3 കവിതകളാണ്. 3 വരികൾ മാത്രമുള്ള ഇത്തരം കവിതകളെ നമ്മൾ വിളിക്കുന്നത് ഹൈക്കു എന്നാണ് കേട്ടോ. ഈ ഹൈക്കു എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഒക്കെ തോന്നും. സംഭവം വേറെ ഒന്നല്ല. ഈ ഒരു പ്രയോഗം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ജാപ്പനീസ് വേർഡിൽ നിന്നാണ്. അതായത് ഇവിടെ ജപ്പാൻകാരാണ് ഈ ഹൈക്കു എന്ന് പറയുന്ന 3 ലൈനുള്ള കവിതകൾ അവരുടെ ഭാഷയിൽ എഴുതാറുള്ളത്. അത് നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലും പല ഭാഷകളിലും എഴുതാൻ തുടങ്ങി. എന്തായാലും ഹിന്ദിയിൽ 3 എഴുത്തുകാർ എഴുതിയിട്ടുള്ള 3 ഹൈക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഹൈക്കുവിൽ 3 ലൈനാണ് നമ്മൾ പറഞ്ഞു. ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൈക്കുവിന്റെ മോഡൽ ഉണ്ട്. ഫസ്റ്റത്തെ ഹൈക്കു നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ സുരംഗമ യാദവിൻ്റെതാണ്. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ ഹൈക്കുവിലും 3 ലൈനാണ് ഉണ്ടാവുക. അവിടെ നോക്കട 1, 2, 3 ലൈൻസേ ഉള്ളൂ അല്ലെ. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ടോട്ടൽ 17 ലെറ്റേഴ്സ് ഉണ്ടാവും. 17 അക്ഷരങ്ങളാണ് ഉണ്ടാവുക മൊത്തമായിട്ട്. അപ്പൊ എല്ലാ ഹൈക്കു എടുത്ത് നോക്കിയാലും 17 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വരിയിൽ നമുക്ക് 5 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അവിടെ നോക്കിയാ സ ഘ യ ഭ ഢ അല്ലെ, അങ്ങനെ 5 അക്ഷരങ്ങള്. അതുപോലെ അടുത്ത ലൈനിൽ സെക്കൻഡ് ലൈനിൽ നമുക്ക് 7 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ആദ്യത്തിൽ 5, സെക്കൻഡിൽ 7, അപ്പൊ 12 എണ്ണായി അല്ലെ. സോ 1 സ ഹ ഭ ക അ ഘ അല്ലെ. അപ്പൊ അങ്ങനെ 7 എണ്ണം ഉള്ളത്. ഇനി മൂന്നാമത്തേലേക്ക് വന്നു കഴിഞ്ഞാലും 5 എണ്ണം ഉണ്ടാവും. അവിടെ കണ്ടോ, സ ധ ഫ ഹ ര അല്ലെ. അങ്ങനെ 5 എണ്ണം. അങ്ങനെ 5 7 + 5 = 17 അല്ലെ. അങ്ങനെ 17 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള 3 വരികളോട് കൂടിയിട്ടുള്ള ഈ ഒരു മലയാള കവിതകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ഹൈക്കു. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കവിതകളാണ്. പക്ഷേ ചെറിയ കവിതകളാണെങ്കിലും ഇതിന് വലിയ ആശയങ്ങളുണ്ട്. നമ്മുടെ സാമൂഹിക പ്രസക്തിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മെസ്സേജുകൾ, സന്ദേശങ്ങളായിരിക്കും ഇതിൽ ഓരോ ഹൈക്കുവും നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. അത്തരത്തിൽ സാമൂഹിക പ്രാധാന്യമുള്ള 3 കവിതകൾ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തം സുരംഗമ യാദവിന്റെ ആ ഹൈക്കു ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഹൈക്കു ചുമ്മാ ഞാൻ പറഞ്ഞ അർത്ഥം പറയല്ല ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഇതിലെ ഏതെങ്കിലും ഒരു ഹൈക്കുവിന്റെ ആശയം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 3ഓ 4ഓ മാർക്കിന് ചോദിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ 3 ഹൈക്കുവിന്റെയും ആശയങ്ങൾ കൂടി ഞാൻ തരുന്നുണ്ട്. അതുകൂടി മക്കളെ എഴുതിയെടുത്തിട്ട് പഠിക്കട്ടെ, എന്തായാലും പരീക്ഷയ്ക്ക് വരുവേ. ഓക്കെ, അപ്പൊ അർത്ഥങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കിക്കോളി മക്കളെ. സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അത് ഞാനതൊന്ന് വലുതാക്കി തരാം കേട്ടോ. സൂഖ യാ ബാഡ്. സൂഖ എന്ന് പറഞ്ഞാൽ വരൾച്ച എന്നാണ് അർത്ഥം. ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? സൂഖ വരൾച്ചയോ അതല്ലെങ്കിൽ ബാഡ്. യാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ വരൾച്ചയാകട്ടെ അതല്ലെങ്കിൽ വെള്ളപ്പൊക്കമാവട്ടെ. എന്താ? സാഹബ് കെ ആങ്കൻ. സാഹബ് എന്ന് പറഞ്ഞാൽ മുതലാളി അല്ലെങ്കിൽ പണക്കാരൻ, ധനികൻ എന്നൊക്കെയാണ് അർത്ഥം. ആങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. അപ്പം മുതലാളിയുടെ മുറ്റത്ത് സദാ. സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം. അർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. പിന്നെ ഫുഹാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ചെറിയ തുള്ളികൾ അല്ലെങ്കിൽ ചാറ്റൽ മഴ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ചെറുതുള്ളികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് പാനിക്ക് ബൂന്തേമിലെ ബൂന്ത് എന്ന തുള്ളികള്. സോ നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊണ്ടൊന്ന് മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാം. വരൾച്ചയാകട്ടെ വെള്ളപ്പൊക്കമാവട്ടെ മുതലാളിയുടെ മുറ്റത്തെന്നും എന്താ ചെറുതുള്ളികളാണെന്ന്, അല്ലെങ്കിൽ ചെറുതുള്ളികൾ മാത്രമാണെന്ന്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ശരി, മുതലാളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അയാൾക്ക് എന്നും അതൊക്കെ ചെറുതുള്ളികൾ മാത്രമാണെന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ പറയുക മക്കളെ? ഈ സൂഖായാബാഡ് എന്ന് പറഞ്ഞാൽ വരൾച്ചയും വെള്ളപ്പൊക്കല്ലേ, ഇത് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളാണ്. സാധാരണക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ, പണമില്ലായ്മ, അതായത് ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണക്കാർ നേരിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഇവിടെ സൂഖ ബാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രതീകമാണ്. അതല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, സൂഖ ബാഡ് എന്ന് പറയുമ്പോൾ എന്താണ്, വരൾച്ചയായാലും വെള്ളപ്പൊക്കായാലും പ്രകൃതിക്ഷോഭങ്ങളാണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളായാലും ശരി, സമൂഹത്തിലെ മനുഷ്യന്മാർ നേരിടുന്ന പ്രശ്നങ്ങളായാലും ശരി, അതൊന്നും ആരെ ബാധിക്കുന്നില്ല, മുതലാളിയെ ബാധിക്കുന്നില്ല. ഇങ്ങനെ എന്ത് ദുരന്തം സമൂഹത്തിൽ വന്നാലും സാധാരണക്കാർക്ക് അതൊക്കെ വളരെയധികം ബാധിക്കും. പക്ഷെ മുതലാളിക്ക് അതൊക്കെ ഫുഹാറാണെന്നാ പറഞ്ഞത്, വെറും ചെറു തുള്ളികൾ മാത്രമാണെന്നാ പറഞ്ഞത്. ഫുഹാർ എന്ന് ഉദ്ദേശിച്ചത് സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം എന്നൊക്കെ നമുക്ക് ഇവിടെ പ്രതീകമായിട്ട് എടുക്കാം. ചെറുതുള്ളികൾ എന്നാണ് അർത്ഥമെങ്കിലും നമുക്കതൊക്കെ എന്താ, അതൊന്നും ഒരു പ്രശ്നമല്ല മുതലാളിക്ക്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അങ്ങനെയാ, പണത്തിന് മീതെ പരുന്തും പറക്കൂല എന്ന് പറയില്ലടാ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ന് പണമുള്ളവൻ ഇതൊന്നും ഒരു വിഷയമല്ല. മറ്റുള്ളവർ എന്ത് സമൂഹത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ അനുഭവിക്കാറാ പാവപ്പെട്ടവരാണ്. പണക്കാർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല, അല്ലെ? അതാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് ഹിന്ദിയിൽ എഴുതിയൊന്ന് വായിച്ചു നോക്കാം, പെട്ടെന്ന് പറഞ്ഞുതരാം, മക്കൾ ഇതങ്ങോട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ആശയമൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഹെഡിങ് ഒക്കെ കൊടുക്കണം കേട്ടോ. ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക. സോ ഫസ്റ്റ് ഹൈക്കു ഡോക്ടർ സുരംഗമ യാദവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വൺ വേർഡ് ഒക്കെ ചോദിക്കും കേട്ടോ. ഇതിലിങ്ങനെ ഹൈക്കുവിന്റെ പേര് എന്നിട്ട് ഇത് ആര് എഴുതിയാന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരുടെ പേരും കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. നോക്കു മക്കളെ, ഹൈക്കു ഏക് ജാപ്പനി കവിത കാ രൂപ ഹെ. അതായത് ഹൈക്കു ഒരു ജാപ്പനീസ് കവിതാ രൂപമാണ്. ജിസ്മേം 17 അക്ഷർ ഹോത്തെ ഹെ. അതായത് 17 അക്ഷരങ്ങൾ ഉണ്ടാകും. ജോ 5, 7, 5 के क्रम में विभागित होते हैं. 5, 7, 5 എന്നിങ്ങനെ അക്ഷരങ്ങളുടെ ഒരു ക്രമമായിട്ടാണ് ഇത് എന്ത് വിഭാജിതം എന്ന് പറഞ്ഞാൽ ഭാഗിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആദ്യത്തെ ലൈനിൽ 5, പിന്നത്തെ ലൈനിൽ 7, പിന്നത്തെ ലൈനിൽ 5 അക്ഷരങ്ങൾ, ഇങ്ങനെയാണ് അത് ഭാഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലാ ഹൈക്കൂലും എഴുതാവുന്ന 2 സെന്റൻസുകളാണ് കേട്ടോ. ദെൻ യഹ് കവിത, ഈ ഒരു കവിത, അതായത് കവിതയുടെ പേരൊന്നും നമുക്കില്ലല്ലോ, ഹൈക്കൂൽ അങ്ങനെ പേരൊന്നും കൊടുക്കില്ല. അപ്പൊ കവിതയിലെ വരികൾ നമ്മൾ ഇവിടെ നേരെ എഴുതിക്കുകയാണ്. എന്താണ്, സൂഖായ ബാഡ്, അതായത് വരൾച്ചയാകട്ടെ വെള്ളപ്പൊക്കമാകട്ടെ, സാഹബ് കെ ആങ്കൻ, മുതലാളിയുടെ മുറ്റത്ത് എന്നും എന്താണ്, ഫുഹാറാണ്, വെള്ളത്തിന്റെ തുള്ളികൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു കവിത ഡോക്ടർ സുരംഗമ യാദവ് കി ഏക് സുന്ദർ ഹൈക്കു ഹെ. ഇത് ഡോക്ടർ സുരംഗമ യാദവ് എഴുതിയിട്ടുള്ള സുന്ദരമായ ഒരു ഹൈക്കു ആണ്. ദെൻ യഹ് ഏക് സാമാജിക ടിപ്പണി ഹെ. ഇതൊരു സാമൂഹികമായിട്ടുള്ള ഒരു വിവരണമാണ്. അതായത് ഒരു സമൂഹത്തിലെ ഒരു പ്രശ്നമാണ് ഇവിടെ വിവരിക്കുന്നത്. ജോ സമാജ് മേം അസമാനത ഓർ ശക്തി കെ സംബന്ധ കോ ഉജാഗർ കർത്തി ഹെ. അതായത് ഇവിടെ സമൂഹത്തിലെ അസമാനത എന്ന് പറഞ്ഞാല് എന്താണ്, തുല്യതയില്ലായ്മ, അല്ലെ? അതായത് അസമത്വം എന്ന് പറയും. അപ്പൊ സമൂഹത്തിലെ അസമത്വവും അതുപോലെ തന്നെ പവർ ഉണ്ടല്ലോ, ശക്തികൾ, അതായത് അധികാരമുള്ളവൻ അധികാരമില്ലാത്തവൻ, ഇതിനെയൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്ന ഈ ഒരു വരികൾ സൂചിപ്പിക്കുന്നത്. അതായത് ശക്തിയുള്ളവർക്ക് എന്തുമാവാം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും, പണമുള്ളവൻ എല്ലാ എന്ത് ചെയ്യും, അധികാരവും എല്ലാ ആനുകൂല്യങ്ങളും സമൂഹത്തിൽ ഉണ്ടാവും. എന്നാൽ അധികാരമില്ലാത്തവൻ അല്ലെങ്കിൽ പണമില്ലാത്തവൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി സമൂഹത്തിലുണ്ട്. അതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ദെൻ യഹാം സൂഖ ഓർ ബാഡ്. ഇവിടെ ഈ സൂഖ എന്ന വാക്കും ബാഡ് എന്ന വാക്കും, അതായത് വരൾച്ച എന്ന വാക്കും വെള്ളപ്പൊക്കം എന്ന വാക്കും താല്പര്യം, അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ആജമേം പ്രാകൃതിക ആപദായം. പ്രാകൃതിക ആപദായം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നൊക്കെ പറയും. അപ്പൊ സമൂഹത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ ഗരീബി ദാരിദ്ര്യം, പിന്നെ അഭാവ് അതായത് ഇല്ലായ്മ, അതായത് ദാരിദ്ര്യം തന്നെയാണ്, ഓർ പീഡ കഷ്ടപ്പാടുകൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 വാക്കുകളിലൂടെ സൂഖാബാഡ് എന്ന വാക്കുകളുടെ പ്രതീകമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇസി പ്രകാർ ഇതുപോലെ ഫുഹാർ ശബ്ദ്, ഫുഹാർ എന്ന വാക്ക് ബഹുത്തായക്കോ സൂചിത് കർത്തേ ഹെ, അതായത് ധാരാളിത്തത്തെ അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഫുഹാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി യഹ് ഹൈക്യു, ഈ ഒരു ഹൈക്കു समाज में शक्ति विशेषाधिकार और प्राकृतिक आपदाओं के असमान प्रभाव को दर्शाता है. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സമൂഹത്തിലെ അസമാനതയും അസമത്വങ്ങളെയും അതുപോലെ തന്നെ വിശേഷമായിട്ടുള്ള ഓരോരുത്തരുടെ അധികാരങ്ങളെയും പിന്നെ പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെയാണ്. അതിന്റെ പ്രകൃതി ദുരന്തങ്ങളിലെ ആ അസമാനത, അതായത് പ്രകൃതിക്ഷോഭങ്ങളായാലും ശരി ദുരന്തങ്ങളായാലും ശരി എല്ലാം പണക്കാരെ ബാധിക്കില്ല, പാവപ്പെട്ടവരെ ബാധിക്കുള്ളൂ. ഇതിലൊക്കെയുള്ള ഈ ഒരു അന്തരം, ആ ഒരു വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. ദെൻ യഹ് ഏക് ശക്തിശാലി സന്ദേശേ, ഇതൊരു ശക്തിശാലിയായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്, ഒരു നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. കൈസെ അമീർ ലോകെ, എങ്ങനെയാണ് പണക്കാരായ ആളുകൾ ഗരീബോം കി പീഡാസെ അപ്രഭാവിത രഹത്തെ ഹെ, ഈ പാവപ്പെട്ടവരുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൽ പെടാതെ പണക്കാരായ ആളുകൾ മാത്രം എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ സൂചന നൽകുന്നുണ്ട്. അതായത് പാവപ്പെട്ടവർക്ക് എല്ലാ ദുരിതങ്ങളും ഉണ്ടാവും, എന്നാൽ പണക്കാർക്ക് അതൊന്നും ബാധിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ മക്കളെ ഇത് എഴുതിയെടുത്തിട്ട് പഠിക്കട്ടോ. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ ഹൈക്കു നോക്കാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയിട്ടുള്ള ഹൈക്കു ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഹൈക്കു ആണ്. പിതാനെ ഡൂണ്ടി, പിതാവ് അന്വേഷിച്ചു. ഡൂണ്ടി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു എന്നാണ്. അപ്പൊ അച്ഛൻ അന്വേഷിച്ചു. ലാട്ടിയാം, അച്ഛൻ എന്താ അന്വേഷിച്ചത്? ലാട്ടിയാണ് അന്വേഷിച്ചത്. ലാട്ടി എന്ന് പറഞ്ഞാൽ ഊന്നുവടി. നമ്മൾ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്ന വടി, ആ ഊന്നുവടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ലാട്ടി. ലാട്ടിയാം എന്ന് പറഞ്ഞാൽ ഊന്നുവടികൾ. അച്ഛൻ ഊന്നുവടികൾ അന്വേഷിച്ചു എന്നാ പറഞ്ഞത്. ബുട്ടാപ്പേക്ക്, എന്തിന്റെ ഊന്നുവടികൾ? വാർദ്ധക്യത്തിന്റെ. ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ബൂട്ടാത്മി എന്നൊക്കെ പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ വാർദ്ധക്യത്തിന്റെ ഊന്നുവടികൾ അച്ഛൻ അന്വേഷിച്ചു. ദിക്തി നഹി, പക്ഷെ കണ്ടില്ല എന്ന്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്? നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലും അതേപോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് പേര് പ്രായമാവും. ഇപ്പൊ നമ്മളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പ്രായമാവും, വയസ്സന്മാരും വയസ്സത്തികളൊക്കെ ആവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആശ്രയം വേണ്ടി വരും അല്ലെ, സഹാര അല്ലെങ്കിൽ ആശ്രയം. അപ്പൊ നമുക്ക് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ സഹോദരങ്ങളെ, അല്ലെങ്കിൽ അയൽവാസികള്, സുഹൃത്തുക്കളെ, ഇവരാരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കേണ്ടി വരും. നമുക്ക് നടക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും, നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ട് തൊഴിലെടുത്ത് എന്ത് ചെയ്യാന്, ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പൊ മറ്റുള്ളവർ അധ്വാനിച്ചിട്ട് നമുക്ക് ഭക്ഷണം വരെ കൊണ്ടുവരേണ്ടി വരും, മരുന്ന് തരേണ്ടി വരും, മറ്റുള്ളവരുടെ ചികിത്സ നമുക്ക് ആവശ്യമായി വരും. അതായത് മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് വാർദ്ധക്യം അല്ലെ. അപ്പൊ ആ വാർദ്ധക്യത്തിൽ എല്ലാ വൃദ്ധജനങ്ങളും, അതാണായാലും പെണ്ണായാലും എല്ലാ വൃദ്ധജനങ്ങളും ഒരു സഹായം തേടി നടക്കുന്ന സമയമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത് തന്നെയാണ്, ആ പ്രായമായ സമയത്ത് എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ഒരു സഹായത്തിനായി അന്വേഷിച്ചു. അപ്പൊ ഇവിടെ ലാട്ടി എന്ന് പറഞ്ഞാൽ വെറും മൂന്നുവടി എന്ന് മാത്രമല്ല അർത്ഥം, ഒരു സഹായം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അല്ലെ. അത് മകന്റെ സഹായമാവും, മകളുടെ സഹായമാവാം, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലൊക്കെ സഹായമാവാം. എന്തായാലും അച്ഛനത് കിട്ടിയില്ല എന്ന്. അപ്പൊ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ്. ഇന്ന് നമുക്കറിയാം വൃദ്ധസ്ഥാനങ്ങളൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. എന്താ കാരണം? ആർക്കും വൃദ്ധന്മാരെ നോക്കാൻ, അച്ഛനെയും അമ്മയെയും അച്ഛനെയും അച്ഛമ്മയൊന്നും നോക്കാനൊന്നും സമയമില്ല. വയസ്സായി കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒഴിവാക്കുന്ന പോലെ അവരെ ഒഴിവാക്കണം, വൃദ്ധസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ അവിടെ റോട്ടിലേക്കൊക്കെ ഒഴിവാക്കണം അല്ലേ. കാരണം അവരൊരു അധികപ്പറ്റാണെന്ന് നമുക്ക് തോന്നുകയാണ്, നമുക്കെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ തോന്നുകയാണ് അല്ലേ. മക്കളങ്ങനെ ഒന്നും ആവരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ദുരന്തത്തെയാണ് ഇവിടെ നമ്മുടെ ഹൈക്കുവിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്നും, അതായത് അതിന്റെ ആശയമൊന്ന് പഠിക്കാം. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ് കൊടുക്കുന്നു, എഴുത്തുകാരന്റെ പേര് ഹൈക്കു എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫസ്റ്റത്തെ ലൈൻ ഞാൻ വായിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്കുവിനെ കുറിച്ച് പറഞ്ഞതാണ്, അതെല്ലാത്തിലും നമുക്ക് ചേർക്കാം. ഇനി പറയണെന്ത്? പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഢാപ്പേക്ക് ദിക്തി നഹി, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃദ്ധനായ പിതാവ് വാർദ്ധക്യത്തിന്റെ എന്ത് ചെയ്തു? ലാട്ടിയാം, മൂന്നുവടികൾ അന്വേഷിച്ചു, കണ്ടെത്തിയില്ലെന്നുള്ള വൈ എഴുതിയ ശേഷം അത് എഴുതിയ ആളെ പരിചയപ്പെടുന്നു. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മക്ക് ഏക്ക് സുന്ദർ ഹൈക്കു ഹേ. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയിട്ടുള്ള സുന്ദരമായ ഒരു ഹൈക്കു ആണ്. ഇനി പറയാണ് യഹ് ഏക്ക് സാമാജിക ടിപ്പണി ഹേ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതൊരു സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു टिप्पणियाണ്. देन जो समाज में माता पिता की निराश और अकेलापन को दर्शाता है. സമൂഹത്തിൽ മാതാപിതാക്കളുടെ നിരാശയും അവരുടെ അക്കേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഏകാന്തത, ഒറ്റപ്പെടൽ, അതിനെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജോ അപ്പനെ ബച്ചോം പർ നിർഭർ ഹോത്തെ ഹേ. അവരവരുടെ മക്കളിലാണ് ആശ്രയിക്കുന്നത് അല്ലെ. മക്കളെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന മാതാപിതാക്കളുടെ ഒറ്റപ്പെടലും അവരുടെ ആവശ്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ദെൻ യഹ് മുഹാവര ഏക് പിതാ ഓർ പുത്രോം കെ റിശ്തേ പർ പ്രകാശ് ഡാൽത്താ ഹേ. അപ്പൊ ഈ ഒരു കൃതി, ഈ ഒരു ആശയം പറയുന്നത് എന്താ വെച്ചാൽ, കവിത പറയുന്നത് എന്താ വെച്ചാൽ, ഒരു അച്ഛനും അദ്ദേഹത്തിന്റെ മക്കളും തമ്മിലുള്ള റിശ്ത, ബന്ധമാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ജഹം പിതാ അപ്പനെ ബച്ചോം കോ ബുഢാപ്പ കെ സഹാര മാൻതേ ഹേ. ഇവിടെ അച്ഛൻ തന്റെ മക്കളെ ബുഢാപ്പ കാ സഹാര, വാർദ്ധക്യത്തിന്റെ ഒരു സഹായമായിട്ടാണ് കാണുന്നത് അല്ലെ. പക്ഷെ എന്താ? ലാട്ടി, ഇവിടെ ലാട്ടി എന്ന വാക്ക് യഹാം രൂപക് ഹേ, ഒരു പ്രതീകമാണ്. എന്തിന്റെ? ജോ
സഹാര യാ മദത് കാ പ്രതീക് ഹേ. സഹായത്തിന്റെ, സഹാര എന്ന് പറഞ്ഞാലും മദത് എന്ന് പറഞ്ഞാലും സഹായം എന്നാണ് അർത്ഥം. അപ്പോൾ സഹായത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ലാട്ടിയ മിനാവോ എന്നുപടിയെ ഉദ്ദേശിക്കുന്നത്. ബുട്ടാപ്പയ്ക്ക് ദിക്തി നഹി, വാർദ്ധക്യത്തിന്റെ ആ ഒരു, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ കാണാൻ കഴിഞ്ഞില്ല, കണ്ടെത്തിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ജിസ് സഹാരേക്ക് ഉമ്മീദ് തീ, ഏത് സഹായമാണോ അച്ഛന് ആവശ്യമായിരുന്നത്, വഹ് സഹാര യാ മദത് ഉപലബ്ധി നഹി ഹേ, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മക്കളുടെ ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ദെൻ യഹാം കവി കഹത്തെ ഹേ കി, ഇവിടെ കവി പറയുന്നത് പിതാനെ ബുട്ടാപ്പാക്ക സഹാര ടൂണ്ട, അച്ഛൻ വാർദ്ധക്യത്തിന്റെ സഹായം തേടി, ലേക്കിൻ വഹ് സഹാര, പക്ഷെ ആ ഒരു സഹായം, അതായത് ആ ഒന്നുപടി ബുട്ടാപ്പമേ മുസ്കോ നഹി മിൽത്താ ഹേ, വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇസ്കാ മത്ലബ് താഴെ കണ്ടിട്ടോ പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം, മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇതിന്റെ അർത്ഥം എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ്, ഈ പിതാനെ അപ്പനെ ബച്ചോങ്കോ ബുട്ടാപ്പക്ക സഹാര മാനാത്ത, പിതാവ് തന്റെ മക്കളെ വാർദ്ധക്യത്തിന്റെ സഹായമായി കരുതുന്നു. ലേക്കിൻ വേ ഉൻകി ദേഖ്ഭാൽ നഹി കർ രഹേ ഹേ, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ മക്കള് നോക്കുന്നില്ല. ദേഖ്ഭാൽ കർണ പറഞ്ഞാൽ നോക്കട്ടോ, നോക്കുന്നില്ല. യഹ് മാതാ പിതാ के निराश और अकेलापन को दर्शाता है जो अपने बच्चों पर निर्भर होते हैं. മക്കളെ ആശ്രയിച്ച് കഴിയുന്ന മാതാപിതാക്കളുടെ ഏകാന്തതയൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ചോദ്യം വരികയാണ്, മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഇനി മക്കളെ നമുക്ക് മൂന്നാമത്തെ ഹൈക്ക് പരിചയപ്പെടാം. ഇത് എഴുതിയിരിക്കുന്നത് കമല നിഖുർബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയത്രിയാണ്. അപ്പോൾ കവിയത്രി ഒരു വളരെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. സംഭവം നമുക്കൊന്ന് വായിക്കാം. ഡൂണ്ട്തി രഹി, ഡൂണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ മനസ്സിലാക്കി, അന്വേഷിക്കുക അല്ലെ. നേരത്തെ പിതാവ് അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഡൂണ്ട്തി രഹി, അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. എന്താണ് ഇവിടെ കവിയത്രി അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്? ബർഫീലി നഗരീമേം എന്നാണ് പറഞ്ഞത്. അതായത് മഞ്ഞ് മൂടിയിട്ടുള്ള നഗരത്തിലാണ് നമ്മുടെ കവിയത്രി എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ കേട്ടോ, നഗരി എന്ന് പറഞ്ഞാൽ നഗരം അല്ലെ. അപ്പൊ മഞ്ഞ് മൂടിയ നഗരത്തിൽ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു നമ്മുടെ കവിയത്രി, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്ത്? നേഹ്. നേഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. അപ്പൊ സ്നേഹമാണ് തരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും സ്നേഹമല്ല കേട്ടോ, നേഹിക്ക് ആഞ്ചാണ് തരുന്നത്. ആഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് എന്ന് പറയും, ഊഷ്മളത അല്ലെ. അപ്പൊ സ്നേഹത്തിന്റെ ഒരിറ്റ് ചൂടാണ് നമ്മുടെ കവിയത്രി തരുന്നത്. എവിടെയാ തരുന്നത്? മഞ്ഞ് മൂടിയ തണുത്ത നഗരത്തിൽ. എന്താണ് മക്കളെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? മഞ്ഞ് മൂടിയ നഗരത്തിൽ ഞാൻ സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ് മക്കളെ ഉദ്ദേശിച്ചത്? സംഭവം വേറൊന്നല്ല, നമ്മുടെ ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും സ്നേഹിക്കാനുള്ള സമയമില്ല അല്ലെ. ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ സമയമില്ല, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ സമയമില്ല. എന്നാൽ അയലക്കത്തെ ഭാര്യനെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അതുപോലെ തന്നെ ഒരുപാട്, ഇപ്പൊ സഹോദരന് സഹോദരിയെ, പിന്നെ മക്കൾക്ക് രക്ഷിതാക്കളെ, രക്ഷിതാക്കൾക്ക് മക്കളെ, അതില്ലെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിൽ, ഇങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും സ്വാർത്ഥരാണ് അല്ലെ. എല്ലാവരും എന്ന് പറഞ്ഞാൽ 100% അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും കൂടുതൽ പേരും അങ്ങനെയാ. എല്ലാവർക്കും അവരുടെ കാര്യങ്ങളാണ് വലുത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ സ്വാർത്ഥതയില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹത്തിന് വേണ്ടിയിട്ട് കേഴുകയാണ് നമ്മുടെ മക്കളെ നമ്മുടെ കവിയത്രി. അപ്പൊ കവിയത്രി ഇവിടെ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, എല്ലാവരും ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരല്പം ഒരിറ്റ് ചൂട് ആഗ്രഹിക്കുന്നവരാ. സ്നേഹത്തിന് എപ്പോഴും ചൂടാണല്ലടാ. അതായത് നമുക്കറിയാം, മരണം, അതേപോലെ തന്നെ വേർപാട്, ഒറ്റപ്പെടൽ, ഇതിനൊക്കെ ഭയങ്കര തണുപ്പാണ്. കാരണം മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തുനിന്ന് എല്ലാവരും നമ്മളെ വിട്ടുപോകുമ്പോഴാണല്ലോ നമ്മൾ ഒറ്റപ്പെടുക അല്ലെ, നമുക്ക് ദുഃഖമുണ്ടാവുക. ആ സമയത്ത് നമ്മുടെ ചുറ്റിലും ആരുമില്ലാത്ത സമയത്ത് നമുക്ക് വല്ലാത്തൊരു തണുപ്പുണ്ടാവും അല്ലെ. ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുമില്ലാത്ത ഒരു ഊഷരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. എന്നാൽ ചൂട് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഒരു ചൂടുള്ള ഒരു സമയമാണ് അല്ലെ, അല്ലെങ്കിൽ ചൂടാണ്. കാരണം നമ്മൾ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാവും. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഭാര്യ, കാമുകി, ഇങ്ങനെ എല്ലാവരാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ചുറ്റപ്പെടുന്ന അല്ലെ. ഇനി ഭാര്യയില്ല, ഇനി ഭർത്താവായാലും ആരായാലും നമ്മൾ ചുറ്റപ്പെടുന്നവരാൽ ചുറ്റപ്പെടുന്ന ഒരു സമയമായിരിക്കും നമ്മൾ സ്നേഹം കിട്ടുന്ന സമയം. ആ സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് ചുറ്റിലും ആളുകൾ ഇങ്ങനെ വന്നറിയുമ്പോൾ നമുക്ക് ചൂടാണ് അനുഭവപ്പെടുക അല്ലേ. സ്നേഹം കൂടുമ്പോൾ നമ്മൾ ചുംബിക്കും പരസ്പരം അല്ലേ, ആ ചുംബനത്തിന് ചൂടാണ്. അതേപോലെ സ്നേഹം കൂടുമ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യും, അതിനും ചൂടാണ്. അപ്പോൾ സ്നേഹത്തിന് ചൂടാണ്, വേർപാടിനാണ് തണുപ്പ് അല്ലേ. അപ്പോൾ എന്തായാലും ആ സ്നേഹത്തിൻ്റെ ഒരിറ്റ് ചൂടിന്, ഒരു ഊഷ്മളതയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ് നമ്മുടെ കവിയത്രി. കവിയത്രി മാത്രമല്ലടാ, ഈ ലോകത്തിലെ കൂടുതൽ ആളുകളും അതിനുവേണ്ടി കൊതിക്കുക.
ആഗ്രഹിക്കുകയാണ്, പക്ഷെ ആർക്കും കിട്ടുന്നില്ല. ഓരോരുത്തരും അവർ ആഗ്രഹിച്ച സ്നേഹം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇവിടെ എഴുത്തുകാരി വെളിപ്പെടുത്തുന്നത്. അപ്പം നമുക്കിതിന്റെ ആശയത്തിലേക്കൊന്ന് കിടക്കാം. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഹൈക്കു എന്ന് പേര് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്താൽ നമ്മുടെ എഴുത്തുകാരുടെ പേര് എഴുതുന്നു, ഹെഡിങ് കൊടുക്കുന്നു, അതിനുശേഷം ഫസ്റ്റത്തെ സെന്റൻസ് ഒക്കെ അതേപോലെ തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എഴുതുന്നു ഹൈക്കു എന്താണെന്ന്. അതേപോലെ പിന്നെ നമ്മുടെ കവിതയുടെ ആ വരികൾ അതേമാതിരി എഴുതുന്നു, എന്നിട്ട് അത് ആരെഴുതിയ കവിതയാണെന്ന് ചേർക്കുന്നു. ഒക്കെ അതേപോലെ തന്നെയാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി പിന്നെ നമ്മൾ പറയുന്നു ഏഹേക്ക് സാമാജിക ടിപ്പണി, നേരത്തെ എഴുതി അതേപോലെ തന്നെ. അപ്പൊ ഇതൊക്കെ എല്ലാ ഹൈക്കൂലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ദെൻ जो समाज में एक दूसरे प्रति गतम होते जा रहे प्रेम की याद दिलाता है. അപ്പൊ നമ്മുടെ ഈ ഒരു കവിത, അതായത് മഞ്ഞുമൂടിയ നഗരത്തിൽ ഞാൻ സ്നേഹത്തിന്റെ ചൂട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു കവിത, കമല നിഗുർബയുടെ ഈ ഒരു കവിത എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? സമൂഹത്തിൽ ഗതം ഹോത്തെ, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെ ആഴമാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്, അല്ലെ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഹാം കവിയത്രി കത്തി ഹെ, ഇവിടെ നമ്മുടെ കവിയത്രി കമല നിഗുർബ പറയുന്നത് എന്താണ്? വേ ബർഫിലി നഗരിമേം, അവർ ഈ മഞ്ഞു മൂടിയ നഗരത്തിൽ സ്നേഹക്ക് ഗർമി ഢൂണ്ഡത്തി ഹെ, സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കവി യഹാം കഹനേക്ക്, കവി എന്നല്ല കവിയത്രി എന്നാക്കുക കേട്ടോ. കവിയത്രി യഹം കഹനേക്ക് കോശിഷ് കർത്താ ഹെ എന്നല്ല കർത്തി ഹെ എന്നൊക്കെ സ്ത്രീലിംഗം അല്ലേ, കർത്തി ഹെ സഭി വ്യക്തിക്ക് മൻ പ്യാർ ചാത്ത ഹെ. അപ്പൊ നമ്മുടെ കവിയത്രി ഇവിടെ കോശിഷ്കർ എന്ന് പറഞ്ഞാല് ട്രൈ ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ കവിയത്രി ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്ന എന്താണ്? എല്ലാ മനുഷ്യന്മാരും എല്ലാ വ്യക്തികളും മന്മയും അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലും അവർ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ലേക്കിൻ കിസിക്കോ അപ്പിനി ഇച്ഛാക്കി തരേ, ആർക്കും അവരുടെ ഇച്ഛയനുസരിച്ച് ആഗ്രഹം അനുസരിച്ചുള്ള പ്യാർ നഹി മിൽത്താ ഹെ, സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അല്ലെ. അപ്പൊ മക്കളെ, ഇവിടെ 3 ഹൈക്കുകളും മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യലിന്റെ വീഡിയോ ചെയ്തു തരണമെന്ന് കുറെ മക്കളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്ന മക്കൾ പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തിക്കട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓൾ ദ ബെസ്റ്റ്.